അല്ലെങ്കിൽ ചാവ്. വേണമെങ്കിൽ ഞാൻ കൊന്നുതരാം. കൊച്ചിടയും പോലെ എഴുന്നിട്ട് എന്ത് കാര്യം? നിനക്കൊക്കെ നേതാവായ ഒരുത്തിന് ഇവിടെ ഉണ്ടെന്ന് കരുതി ആരും നെഗളിക്കണ്ട. മുതലാളി കാര്യസ്ഥ പണി ഈ മാധേവനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നെങ്കിൽ നിലയ്ക്ക് നിർത്താനും എനിക്കറിയാം. പണിയനില്ലാത്ത നേരത്തെ പാവം കീരൻ ഒട്ടും വയ്യാത്ത കൊണ്ട് അവനും നിന്നു പോയത്. എനിക്കിത് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. ഈ പണിയിൽ എങ്ങോട്ട് മാറാൻ? നിന്റെ കഥ ഇതാ കഴിയാൻ പോകുന്നു. വേഗം വാ നമ്പ്ര, തിരിക്ക് തീ കൊടുത്താറാണ് തോന്നുന്നത്. അന്നില്ലാത്ത നായെ, നിനക്ക് നിന്റെ വാശിയാണ് എന്റെ വലുത്. ഇതുകൊണ്ട് എനിക്കുണ്ടായ നഷ്ടമൊക്കെ നിനക്കറിയോ? അവനെ പോലൊരു പണിക്കാരൻ ഇനി എവിടുന്ന് കിട്ടും? നിന്നെ കൂടെ ചുമക്കേണ്ട ബാധ്യത കുറച്ച് കഷ്ടം തന്നെയാണ്. കുറച്ച് കഷ്ടപ്പെടുക തന്നെ വേണം. ചാണകം വാരി നടന്ന ചെല്ലയ്യപ്പൻ മുതലാളിയായി മാറിയത് ഈ മാധേവന്റെ കൂടി കാരുണ്യം കൊണ്ടാണ്. പല രഹസ്യങ്ങളും ഛർദിച്ച നാറും. എന്താ വേണോ? എടോ മാധവ, നീ ആ പണിയന്റെ കാര്യത്തിലല്ലാതെ മറ്റെന്തെങ്കിലും കാര്യത്തിൽ നിന്നോട് ഞാൻ കയർത്തിട്ടുണ്ടോ? അവൻ ആരായാലും നല്ല ഉശുരുള്ള പണിക്കാരനായിരുന്നു. നിനക്കറിയോ ഇക്കാലം അത്രയും കൊണ്ട് അവൻ കാരണം എത്ര പണം എനിക്ക് ലാഭം കിട്ടിയെന്ന്? അതെല്ലാം നിലച്ചു. നീയായിട്ട് നിലപ്പിച്ചു. എന്റെ തലയിൽ കയറി നിരങ്ങുന്ന ഒരുത്തനെയും എനിക്ക് ആവശ്യമില്ല. പുതിയ ഇവനേക്കാൾ ഉശിരുള്ള പണിക്കാരനെ ഞാൻ കൊണ്ടുവരും. മുതലാളി നിശ്ചയിച്ച കാലത്തിനുള്ളിൽ തുരങ്കപ്പണി തീർത്തിരിക്കുകയും ചെയ്യും. എന്താ പോരെ? മതി, വാക്കുവാഴ്ച മതി. അല്ല, അവൻ ചത്തോ? ജീവശവം. ഇനി അവൻ ആരുടെയും നേരെ കൈ ഉയർത്തില്ല.